എല്ലാവർക്കും അരോമിക് ഹെർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതേ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓണത്തിന് പൂവിടാൻ വെച്ചിട്ടുള്ള ഐറ്റംസാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ച് റോസാപ്പൂവും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ റോസാപ്പൂ വെച്ചിട്ട് നമ്മളൊരു സാധനം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം. വേറെ ഒന്നുമല്ല, സോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ റോസാപ്പൂ എവിടെ നിന്നൊക്കെയോ എന്നതാണ്, ആരൊക്കെയോ കയ്യിൽ നിന്ന് മാറി മാറി വന്നിട്ടുള്ള സാധനമാണ്. നന്നായിട്ട് വാഷ് ചെയ്യണം. നമ്മുടെ നാടൻ റോസല്ല, നമ്മുടെ വീട്ടിലുള്ള പൂവല്ലാത്തത് കാരണേ എവിടെ നിന്നൊക്കെയോ വന്നതാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ. വേറെ ഏത് പൂക്കളാണെങ്കിലും, മീൻസ് ഇപ്പോൾ നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന വേറെ ഏത് പൂവാണെങ്കിൽ അതൊക്കെ നമ്മൾ അരിഞ്ഞ് മുറിച്ചൊക്കെ സെറ്റാക്കും. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇവനെ മാത്രം ഇതിലെടുക്കാനോ അല്ലെങ്കിൽ മുറിക്കാനോ ഒരു മനസ്സ് തോന്നില്ല. എന്തോ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ നമ്മുടെ റോസിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും റോസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇതളുകളൊക്കെ മാറ്റിയെടുക്കണം. നല്ല റിസ്ക്കുള്ളൊരു പരിപാടി. റിസ്ക് എന്ന് പറയുമ്പോൾ മനസ്സ് വരില്ല. ഏറ്റവും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പൂവാണല്ലോ നമ്മുടെ റോസ്. അത് വെള്ളത്തിൽ കൂടി ഇട്ടിട്ട് വെള്ളത്തിലാക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ അതിന് വേറൊരു ഭംഗിയാണ്, അല്ലാതെ നോക്കുമ്പോൾ അതിന് വേറൊരു ഭംഗിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല ഭംഗിയുള്ളൊരു കുട്ടിയാണല്ലോ. അപ്പോൾ ഏതായാലും ഞാനിവിടെ റോസാപ്പൂവിൻ്റെ ഇതളുകൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്ന എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഒരു പ്രാവശ്യം എന്നല്ല കേട്ടോ, ഒരു 5-6 പ്രാവശ്യം ഞാനത് കഴുകിയിട്ടുണ്ട് കേട്ടോ. അതൊന്നും കാണിക്കുന്നില്ല, ഒറ്റ തവണ കഴുകുന്നത് മാത്രമേ ഞാൻ അതിൽ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്റ്റെയിനറിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പോക്കിയെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള തൈവനെയാണ് കേട്ടോ, ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ഞാനിത് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ, നമുക്ക് കുറച്ച് പൂവല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ റോസാപ്പൂവിനെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബീട്രൂട്ടിനെ ഇത്രയും വലിയൊരു ബീട്രൂട്ടിൻ്റെ അരഭാഗമല്ല കാൽഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു നമ്മുടെ റോസാപ്പൂ ചതച്ച് വെച്ചിട്ടുള്ള റോസാപ്പൂവിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും വെള്ളം കൂടി ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇത് ഇത്രയും വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നല്ല ഡാർക്ക് കളറായി വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മുടെ ബീട്രൂട്ട് അതേപോലെ റോസാപ്പൂ മിക്സ്. ഇതിന് നമുക്കൊന്ന് എന്താ പറയുക, അരിച്ചെടുക്കണം കേട്ടോ. ജ്യൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ ഒരു ഗ്ലൗ ഒക്കെ ഇട്ടിട്ട് ഞാനിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇതിന് ജ്യൂസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് ക്വാണ്ടിറ്റിയിലുള്ള ജ്യൂസൊന്നും നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. ഏറി വന്നാലൊരു 3 സോപ്പിലേക്കുള്ള ഇത് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ, കുഴപ്പമില്ല. ഐറ്റംസൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ട് വെച്ച റോസാപ്പൂവാണ്, അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നിന്ന് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വീട്ടിലുള്ള റോസാപ്പൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് അതും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ടും സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലതാണ്. ഫേസിൽ അപ്ലൈ ചെയ്യാൻ, ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഈ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാടില്ല, അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ എനിക്ക് ഇത്തിരി ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് സോപ്പിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് ബേസ് എടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ 2 ടൈപ്പ് സോപ്പ് ബേസ് എടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ 2 എണ്ണം കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. എനിക്കിവിടെ സോപ്പ് ബേസ് 2 ടൈപ്പിൽ കിട്ടുന്നുണ്ട്. ഒന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ടൈപ്പുള്ള സോപ്പ് ബേസും, അതേപോലെ ചിപ്സ് ഇങ്ങനെ പൊടിയായിട്ടുള്ള ചിപ്സ് പോലെയുള്ള സോപ്പ് ബേസും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ചിപ്സ് പോലെയുള്ള സോപ്പ് ബേസ് അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ചിപ്സ് ടൈപ്പിലുള്ള സോപ്പ് ബേസ്.
പക്ഷേ ഞാനത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അധികവും എനിക്ക് ചിപ്സ് പോലെയുള്ള ഈ ടൈപ്പിൻ്റെ അത് വേറെ കളറുകളൊക്കെ മിക്സായി പോകാറുണ്ട്. ചിലപ്പോൾ മഞ്ഞ കളറൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റും. ഇതേപോലെ ഒരു പിങ്ക് കളറിലുള്ളൊരു സാധനം വന്നു, അപ്പോൾ അത് കളറായതാണ്, അത് മാറ്റും. അത് അവിടുന്ന് ഷോപ്പിൽ നിന്ന് തരുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചിപ്സ് പോലെയുള്ള സോപ്പ് പീസ്. ഇതിപ്പോൾ വാരി ഇടുന്നതിനോണ്ട് ഒരുപാട് ഇടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് ഒരുപാടൊന്നുമില്ല കേട്ടോ. ഇത് മെൽറ്റായി വരുന്ന സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും കൂടുതൽ ചിപ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു 4 സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. നിങ്ങൾ കാണുന്ന സമയത്ത് ഒരുപാട് വാരി ഇടുന്നത് പോലെ തോന്നുകയാണ്, അങ്ങനെയല്ല കേട്ടോ. അത് മെൽറ്റ് ആകുമ്പോൾ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സോപ്പ് പീസ്. ഇത് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ, രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് ഇടാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. രണ്ടും രണ്ട് ടൈപ്പൊന്നുമല്ല, സെയിം സാധനമാണ്. ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു, ഒന്ന് ചിപ്സാണ്, അത്രയേ ഉള്ളൂ. വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലുള്ള വെള്ളം നന്നായി ചൂടായതിനു ശേഷം നമ്മൾ സോപ്പ് ബേസ് ഇട്ടുള്ള ഈ പാത്രം ഇറക്കി വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. പിന്നെ അതേപോലെ തന്നെ ഇതിങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം ഇത് മൊത്തത്തിൽ മൂടി വെക്കരുത് കേട്ടോ, കാരണം ചൂടാവുന്നതിനനുസരിച്ച് പാത്രത്തിൻ്റെ അടപ്പിൽ വെള്ളം വന്ന് നിന്നിട്ട് അത് സോപ്പ് ബേസിൽ കുറ്റി വെക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുന്ന വെള്ളം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം സോപ്പ് ബേസിൻ്റെ ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോപ്പ് ബേസ് മെൽറ്റായിട്ടുണ്ട്. നമ്മൾ വാരി വിതറി ഇട്ടിട്ടില്ല, അത്രയും സോപ്പ് ഒന്നുമില്ല കണ്ടോ, കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 2 അല്ലെങ്കിൽ 3 മാക്സിമം പോയിട്ടുണ്ട്, ഒരു 3 സോപ്പിനുള്ള എന്താ പറയുക, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ബേസ്. ഇനി ഇത് അതിലിപ്പോൾ കുറച്ച് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്, അത് മൊത്തമായിട്ടൊന്ന് അലിയട്ടെ കേട്ടോ, നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഒരുപാടിട്ട് ഇളക്കരുത്, ഇളക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ബബിൾസ് നന്നായിട്ട് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് ഇളക്കാത്തത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ഇതാക്കി കൊടുത്താൽ മാത്രം മതി. കണ്ടോ, കുറച്ച് കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. കണ്ടോ, സൈഡിലേക്കൊക്കെ തെറിക്കുന്നുണ്ട്. അതേപോലെ സോപ്പ് ബേസിലേക്ക് തെറിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് നമ്മൾ കറക്റ്റായിട്ട് വരില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ വെള്ളം വെക്കുമ്പോഴും, ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ വെള്ളം വെക്കുമ്പോഴും ഒരുപാട് വെള്ളം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് നമ്മുടെ അത് തിളയ്ക്കുന്നുണ്ട് വെള്ളം, ഡബിൾ ബോയിലിംഗ് വെള്ളം നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അധികമൊന്നും മെൽറ്റ് ആവാനില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ, അതങ്ങനെ ആയിക്കോളും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ജ്യൂസ് ഉണ്ടല്ലോ, റോസ് പൂ ബീറ്റ്റൂട്ട് ജ്യൂസ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നല്ല അടിപൊളി കളറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണുന്ന നല്ല ഡാർക്ക് കളറായിട്ടുള്ള റെഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്തൊരു കളറാണല്ലേ, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, ഒരുപാട് വല്ലാതെ ഇളക്കേണ്ട ആവശ്യമില്ല. ഇളക്കിയിട്ടുണ്ടെങ്കിൽ ബബിൾസ് ഫോം ചെയ്യും. ഈ മേലെ കിടക്കുന്ന വൈറ്റ് കളറിലുള്ളതൊക്കെ നമ്മൾ സോപ്പിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അങ്ങ് പൊക്കോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല, ഇനി ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അവിടുന്ന് അതിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, സ്മെല്ലൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനകത്ത് റോസിൻ്റെ എസെൻഷ്യൽ ഓയിലല്ല, സ്മെല്ലാണ് കേട്ടോ, വൈറ്റ് റോസിൻ്റെ സ്മെല്ലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വൈറ്റ് റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ നമ്മുടെ റോജയില്ലേ, റോജേൻ്റെ ആ ഒരു സ്മെല്ലില്ലേ, അതാണ് വൈറ്റ് റോസിൻ്റെ സ്മെല്ല് കണ്ടിട്ട് വരുന്നത്. ഒരു സ്മെല്ല് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾക്ക് അറിയാവുന്ന എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ മാത്രമേ ഇങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ടാങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് കേട്ടോ, നല്ല ഓറഞ്ചിൻ്റെ, നല്ല പഴുത്ത ഓറഞ്ചില്ലേ, ഓറഞ്ചിൻ്റെ സ്മെല്ലാണ്. അപ്പോൾ ടാങ്ക് വെള്ളം കലക്കുന്ന ടാങ്ക്, അതിൻ്റെ സ്മെല്ല്. നമുക്ക് ഓറഞ്ചിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്മെല്ല് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്മെല്ലൊന്നും നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് വൈറ്റ് റോസിൻ്റെ ഈ റോജേൻ്റെ ആ സ്മെല്ലില്ലേ, ആ സ്മെല്ലാണ് കേട്ടോ. കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ആഡ് ചെയ്താൽ മതി കേട്ടോ, കാരണം ചൂടാണല്ലോ, ചൂടിൽ ഈ സ്മെല്ല് പെട്ടെന്ന് തന്നെ പോയി പോകും, അങ്ങനെയുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം കേട്ടോ. റോസ് ഹിപ്പ് എസെൻഷ്യൽ ഓയിൽസൊക്കെ വാങ്ങിക്കാനുണ്ട്. നമുക്ക് സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. ഞാനതൊന്നും ആഡ് ചെയ്യുന്നില്ല, സ്മെല്ല് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം. എന്താ പറയുക, ഒരുപാട് ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പം നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ഇത് ഉണങ്ങി വരുന്ന സമയത്ത് ഓയിൽ മേലെ ഇങ്ങനെ തങ്ങി നിൽക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഒഴിക്കുന്ന എസെൻഷ്യൽ ഓയിൽ ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ചൂടത്ത് വെച്ച് ഒഴിക്കാതിരിക്കുക. തണുപ്പത്തേക്ക്, അതായത് അടുപ്പിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം ഒഴിക്കുക കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഒഴിക്കാതിരിക്കുക, കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളിതേ മോൾഡിലേക്ക് മാറ്റുകയാണ്. നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഒഴിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ പാത്രത്തിൽ നിന്ന് മോൾഡിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ഒന്നാമത് ഗ്ലിസറിൻ ബേസ് ആയതുകൊണ്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് കറക്റ്റ് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ടാണ്. മീൻസ് അതിൻ്റെ സോപ്പിൻ്റെ മോൾ ഭാഗമല്ലേ, മോൾ ഭാഗം കറക്റ്റ് ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് കൂടുതലായി ഒരു ഭാഗത്ത് കുറവായിട്ടിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ ഉണ്ടാവുക. കറക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് 3 സോപ്പിനുള്ള ബേസും കിട്ടി. 3 സോപ്പിനുള്ള ഇതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലൊരു ചാനലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഹെയർ ഓയിൽ ഇതേപോലെ സോപ്പ് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഗിഫ്റ്റ് പാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് സോപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും, ഇന്നത് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് ഗിഫ്റ്റ് പാക്കായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ വീഡിയോ ആയിട്ട് കാണാം.